സീറ്റ് വെച്ചുമാറാനുള്ള കോൺഗ്രസ് നീക്കത്തിന് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ ഇക്കുറിയും വേണമെന്ന ആവശ്യം UDF-ൽ ഉന്നയിച്ചെന്ന് മോൻസ് ജോസഫ്. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പാർട്ടി ചെയർമാൻ ജോസഫ് സാർ തന്നെ ഇവിടെ വ്യക്തമാക്കി, പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിന്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കടക്കാം. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഉഭയകക്ഷി ചർച്ചകളിലാണ് സീറ്റിനെ കുറിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. 10 സീറ്റിലും പാർട്ടി മത്സരിക്കും എന്ന് തന്നെയാണ് UDF-ലുള്ള പൊതുവെയുള്ള തീരുമാനം. അതിൽ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത നോക്കി വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ എന്നതിൽ അപ്പുറം മറ്റൊരു ചർച്ച അന്ന് അവിടെ നടന്നിട്ടില്ല. കോൺഗ്രസ് ഒരു സീറ്റും ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല. പക്ഷെ നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടി 10 സീറ്റുകളിൽ മത്സരിക്കും എന്ന് തന്നെയാണ് UDF-യുടെ തീരുമാനം. അത് തന്നെയാണ് ഇപ്പം നിലവിലുള്ള സാധ്യത, അതിന് തന്നെയാണ്. UDF-ന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഹൈപവർ കമ്മിറ്റിക്ക് ശേഷം പറഞ്ഞു. സീറ്റ് തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക, VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വിജയിപ്പിക്കുക, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ഇപ്പോൾ ഈ കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് സീറ്റുകളുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. 10 സീറ്റ് തന്നെ കിട്ടണം, അക്കാര്യം വ്യക്തമാക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സ്മിത, തർക്കമൊന്നുമില്ലെന്ന് പറയുമ്പോഴും 2 കാര്യങ്ങളാണ് PJ ജോസഫ് ഇന്ന് ഊന്നി പറഞ്ഞത്. ഒന്ന്, 10 സീറ്റുകൾ ലഭിക്കണം, അതോടൊപ്പം തന്നെ യോഗ്യതയുള്ളവരെ എല്ലാ സീറ്റിലും കണ്ടെത്തണമെന്നുള്ള ഒരു കാര്യം കൂടി, അതായത് 140 സീറ്റുകളിലും യോഗ്യതയുള്ളവരെ കണ്ടെത്തണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കേരള കോൺഗ്രസിന് മാത്രമല്ല യോഗ്യതയുടെ മാനദണ്ഡം, എല്ലാ പാർട്ടികൾക്കും ഈ യോഗ്യതാ മാനദണ്ഡം ഉണ്ടാകണമെന്നുള്ളൊരു സൂചനയാണ് PJ ജോസഫും അതുപോലെ തന്നെ കേരള കോൺഗ്രസും മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സീറ്റ് ചർച്ചകൾ വരുമ്പോൾ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ വിജയസാധ്യതയില്ലാത്ത 10 സീറ്റുകളിലും മത്സരിക്കാനാണ് തീരുമാനം. ഇക്കാര്യം UDF-നെ അറിയിക്കും എന്നാണ് ജോസഫ് വിഭാഗം ഇന്ന് പല നേതാക്കളായിട്ട് ഇന്ന് വ്യക്തമാക്കിയത്, പ്രത്യേകിച്ച് PJ ജോസഫ്. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.